السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാന്യനായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന അധ്യക്ഷൻ PN അബ്ദുൽ ലത്തീഫ് മദനി, ഉപാധ്യക്ഷനും പണ്ഡിത സഭയുടെ അധ്യക്ഷനുമായ ബഹുമാന്യനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവർകൾ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ TK അഷ്റഫ് സാഹിബ് തുടങ്ങി ഈ വേദിയിലുള്ള രാഷ്ട്രീയ സാംസ്കാരിക പ്രദേശത്തുള്ള പ്രമുഖരായിട്ടുള്ള ഞങ്ങളുടെ അതിഥികളെ, റബ്ബിൻ്റെ ഭവനം ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നതറിഞ്ഞ് ആ പുണ്യത്തിൽ പങ്കാളികളാകാൻ ഇവിടെ എത്തിയിട്ടുള്ള സഹപ്രവർത്തകരെ, ദീനീ സ്നേഹികളെ, സുഹൃത്തുക്കളെ, ആമുഖ സംസാരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു. ഈ ഒരു പള്ളിയുടെ പശ്ചാത്തലം ഇവിടെ വിശദീകരിച്ചു. അതിലേറ്റവും നമുക്കൊക്കെ സന്തോഷിക്കേണ്ട ഖുർറത്ത അയിൻ എന്ന് പടച്ച റബ്ബ് പറഞ്ഞല്ലോ, കണ്ണിന് കുളിർമയേകുന്ന മക്കളാക്കി തരണേ. ഇതിൽ സ്പോൺസറായിട്ടുള്ള ഒരു സഹോദരൻ അവരുടെ ഉപ്പയെയും ഉമ്മയെയും ഇവിടെ കൊണ്ടുവരികയും കാറിൻ്റെ ഗ്ലാസ് ഒന്ന് താഴ്ത്തി അവരോട് നോക്കാൻ പറഞ്ഞു. അവരുടെ പേരിൽ ഒരു പള്ളി, അവരുടെ സ്പോൺസർഷിപ്പിൽ റബ്ബിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഒരു പള്ളി എടുക്കുന്ന വിവരമൊന്നും അവരോട് പറയാതെ സർപ്രൈസ് ആയിക്കൊണ്ട് ഇവിടെ വന്ന് ആ പള്ളി കണ്ടപ്പോൾ ഉപ്പയും ഉമ്മയും കണ്ണ് നിറഞ്ഞത് നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചു. മക്കൾ ബിസിനസ്സിലൊക്കെ ഉയർന്നു വരുമ്പോഴും അവർ നന്മയുടെ പാതയിലുണ്ടെന്ന് മാതാപിതാക്കൾക്ക് ഉറപ്പ് കൊടുക്കുന്ന ഒരു രംഗമായിരുന്നു സത്യത്തിലത്. നമുക്കറിയാം, ഒരു പ്രദേശത്ത് പള്ളി സത്യത്തിൽ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ കാലത്തും എന്നും നിർഭയത്വം മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും കാരണമാകുന്ന ഒന്നാണ്. പള്ളികളുടെ എണ്ണം കൂടുമ്പം അവിടെ എന്തിനാണ് ഇനിയൊരു പള്ളി, എത്ര പള്ളികളാണ് ഇപ്പോൾ വരുന്നത് എന്നൊക്കെ പറയുന്നതും നമുക്കിടയിൽ കേൾക്കാൻ സാധിക്കും. സത്യത്തിൽ പള്ളി വന്നു എന്നറിഞ്ഞാൽ അതിൻ്റെ പ്രദേശവാസികൾ സന്തോഷിക്കാം. അവർക്ക് നാളെ പരലോകത്ത് പ്രവർത്തനത്തിലൂടെ സ്വർഗം കരസ്ഥമാക്കാനുള്ള ഒരു സുവർണ അവസരമായിട്ടാണ് അവരത് കാണേണ്ടത്. കാരണം റസൂലുള്ളാഹി പറഞ്ഞു, 5 വക്തും പള്ളിയിൽ വീട്ടിൽ നിന്ന് ഒളു കൊടുത്ത് പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നവർക്ക് ഒരു ഹജ്ജ് ഉംറയും ചെയ്ത കൂലി ഓഫർ ചെയ്തിട്ടുണ്ട്. അതിനെ സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്യാൻ കിട്ടുന്ന അവസരം. ഈ ഭൂമി ലോകത്ത് റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവൻ്റെ ഭവനങ്ങളാണ്. നമുക്കറിയാം, നമ്മൾ അതിനൊക്കെ ഉള്ളൊരു അവസരം കിട്ടുമ്പോൾ അതിനൊക്കെ കിട്ടുന്ന പ്രതിഫലം, അതിനൊക്കെ നമുക്ക് എന്ത് വേണം, അതിന് നമ്മുടെ മുന്നിൽ ഇതുപോലുള്ള അവസരങ്ങൾ വരുമ്പോൾ അവസരത്തെ മുതലാക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മളെ വീട് നിർമ്മാണം നടക്കുമ്പോൾ നമ്മൾ മിനിമം ഒരു ലക്ഷറി ഒന്നും അല്ലെങ്കിൽ ഒരു ആവറേജിൽ എന്തായാലും താഴെ വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. എന്നാൽ റബ്ബിൻ്റെ ഭവനം പണി നടക്കുമ്പോൾ പള്ളിയാണെങ്കിൽ പിന്നെ അത് മതി, പള്ളിയാവുമ്പം അത് മതി എന്ന ഒരു സ്വരം മുമ്പൊക്കെ കേട്ടിരുന്നു. എന്നാൽ ഇന്ന് അൽഹംദുലില്ലാഹ് എല്ലാവരും അള്ളാഹുവിൻ്റെ ഭവനം ഇന്നത്തെ കാലോചിതമായി പുതിയ തലമുറക്ക് റബ്ബിന് ഇബാദത്തെടുക്കാൻ വരുമ്പം എന്തൊക്കെ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിക്കുമോ അതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള കാലഘട്ടത്തിന് യോജിച്ച ഒരു പള്ളിയുടെ ലക്ഷ്യം നമുക്കറിയാമല്ലോ, അത് അള്ളാഹുവിൻ്റെ ഭവനമാണ്. അള്ളാഹുവിനെ ആരാധിക്കുക, റബ്ബിനെ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ മറ്റൊരാളെയും ആരാധനയ്ക്ക് അർഹനാക്കാതിരിക്കുക. അതോടൊപ്പം പ്രദേശത്തുള്ളവർക്കും നാട്ടുകാർക്കും യാത്രക്കാർക്കും ഒക്കെ അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുവാനും അവരുടെ ആ കാര്യം ആഗ്രഹിച്ചെത്തിയാൽ ആ ആഗ്രഹം പൂർത്തീകരിച്ച് നൽകാനുമുള്ള ഒരു ആശ്രയ കേന്ദ്രം കൂടിയായിക്കൊണ്ടാണ് പള്ളികൾ ഇൻഷാ അള്ളാഹ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പള്ളികൾക്കൊക്കെ സത്യത്തിൽ ആ ഒരു മുഖം നൽകാൻ പരമാവധി നമ്മളൊക്കെ ശ്രമിക്കാറുണ്ട്. എപ്പോഴും അതിൻ്റെ ടോയ്ലറ്റുകളും പള്ളിയും തുറന്നിടുകയും യാത്രക്കാരന് യാത്രയിലുള്ള പ്രയാസങ്ങൾ നീക്കാനൊക്കെ അള്ളാഹുവിൻ്റെ ഭവനം അത് ഉപകാരപ്പെടണമെന്നും മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ദീനീപരമായ വിജ്ഞാനം കരസ്ഥമാക്കാനും ഒക്കെയുള്ള ഒരു അവസരങ്ങൾ ഇതിലൂടെ ലഭ്യമാകണം എന്നാണ് ഈ പ്രദേശത്തുള്ളവരും ഇതിൻ്റെ ഭാരവാഹികളും എല്ലാം ആഗ്രഹിക്കുന്നത്. ഇൻഷാ അള്ളാഹ് ഈ ഒരു
സമ്മേളനത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഏറെ ബഹുമാന്യനായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ അധ്യക്ഷൻ PN അബ്ദുൽ ലത്തീഫ് മദനിയാണ്. സ്നേഹാദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുക.